ഇപ്പോൾ നമ്മൾ കൂടി ചേരുന്നത് ഈ ക്ഷേത്ര സമിതി ഭാരവാഹികളാണ് ഇപ്പോൾ നമ്മോട് കൂടി ചേരുന്നത്. എന്താണ് സംഭവിച്ചത്? വൈകുന്നേരം നമ്മുടെ ക്ഷേത്ര ഉത്സവത്തിൻ്റെ സമാപന ദിവസങ്ങളിലേക്കുള്ള വളരെ തിരക്ക്, ആഘോഷ വരവുകളൊക്കെ വരുന്ന സമയമാണ്. ആ സമയത്ത് താലപ്പൊലിക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ്. അതിനുള്ള എഴുന്നള്ളത്തിന് വേണ്ടി തടമ്പ് വെച്ചെടുത്ത് ആനയെ കൊണ്ടുപോകുന്ന ഘട്ടമായിരുന്നു. അപ്പോഴാണ് ഒരു ആന പെട്ടെന്ന് ഒരു ചലനം ഉണ്ടാവുകയും ഇടയുകയും ചെയ്യുന്നപ്പോൾ മറ്റൊരു ആനയെ തട്ടിയപ്പോൾ രണ്ടും കൂടെ പറഞ്ഞ പ്രശ്നമുണ്ടായി. അവിടെയാണെങ്കിൽ ആളുകൾ, വിശ്വാസികൾ വളരെ വിശ്വാസത്തോടെ നിൽക്കുന്നൊരു ഘട്ടമാണ്. അവിടെ തൊട്ടടുത്ത് ക്ഷേത്രത്തിൻ്റെ പ്രധാന കെട്ടിടത്തോട് ചേർന്നുള്ള ഓഫീസും അനുബന്ധ കെട്ടിടത്തിൻ്റെ മുകളിൽ ആണ് ആന പോയിട്ട് ഇളക്കിയത്. അപ്പോഴത്തേക്ക് ആളുകളുടെ മുകളിലേക്ക് ഈ ബീം ഉൾപ്പെടെ വീഴുകയും അവിടെ നിന്നിരുന്ന വിശ്വാസികളായിട്ടുള്ള ആളുകളാണ് ഈ പറഞ്ഞ ദുരന്തത്തിൽപ്പെട്ടത്. പരിക്ക് പറ്റിയ എല്ലാവരെയും കിട്ടാവുന്ന ആംബുലൻസ് ഉപയോഗിച്ച് അപ്പം തന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി 2 കിലോമീറ്റർ അകലെ അവിടെ എത്തിച്ചു. മറ്റുള്ള എല്ലാവരെയും ആ നിലയിൽ തുറന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ട് 3 പേരുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പരിക്കേറ്റവരെ സംബന്ധിച്ചിപ്പോൾ നൽകാൻ കഴിയുന്ന പുതിയ വിവരം എന്താണ്? പരിക്ക് ഗുരുതരമാണോ? മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതാണ്. അവരെല്ലാവരുടെയും പൂർണ്ണമായ ചിത്രം കിട്ടിയിട്ടില്ല. എന്നാലും അത്ര അപകടാവസ്ഥയിലില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമീപത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ്. അപ്പോൾ ഈ ഉത്സവം കാണാൻ നിരവധി പേര് എത്തിയിരുന്നു. എങ്ങനെയാണ്? ഈ കുറവങ്ങാടിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. വർഷങ്ങളായി ഇതുപോലൊക്കെ തന്നെ വിപുലമായി തന്നെ ആഘോഷിക്കാറുണ്ട്. ഒരപകടവും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ നിയന്ത്രിച്ചതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായത്. 2 ആനയെയും നമ്മൾ പെട്ടെന്ന് തളയ്ക്കാൻ കഴിഞ്ഞു. ഒരാനയെ നമ്മൾ തൊട്ടടുത്ത സ്റ്റേറ്റ് ഹൈവേയോട് ചേർന്ന ഒരു ഭൂമിയിൽ പെട്ടെന്ന് തളച്ചു. ഇപ്പുറത്തെ അതുപോലെ തന്നെ തളഞ്ഞിട്ടുണ്ട്. മുമ്പൊരു 10 വർഷത്തിനുള്ളിൽ ഒരാന ഇതുപോലെ ഇടഞ്ഞ് ഇവിടെ വലിയ കുഴപ്പമുണ്ടായി, അർദ്ധരാത്രി വരെ. പക്ഷെ ഒരു ആൾക്കും ഒരു പരിക്കുണ്ടായിരുന്നില്ല. ഇത് വളരെ അപകടമായ ഒരവസ്ഥയിലേക്ക് ചെന്നു എന്നുള്ളതാണ് കാണുന്നത്. ആനകളെ എഴുന്നള്ളിക്കുന്ന കാര്യങ്ങളിലൊക്കെ എല്ലാ സുരക്ഷാ അനൽക്കയിലേക്ക് തിരികെ എത്താം. കൊയിലാണ്ടിയിൽ ഉത്സവത്തിനിടെ ആനകൾ ഇടഞ്ഞു, തിക്കിലും തിരക്കിലും ആന ഇടഞ്ഞതുമൊക്കെയായി ബന്ധപ്പെട്ട് 3 പേരുടെ മരണം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായിട്ടുള്ള സംഭവം. ലീല, അമ്മുക്കുട്ടി, രാജൻ വടക്കായി എന്നീ 3 ആളുകളാണ് മരിച്ചത്. മണക്കുളങ്ങര ദേവീക്ഷേത്രത്തിലാണ് വലിയ അപകടമുണ്ടായത്. ഗോകുൽ, പീതാംബരൻ എന്നീ 2 ആനകളാണ് ഇടഞ്ഞത്. ആനകളെ ഇപ്പോൾ തളച്ചിട്ടുണ്ട്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെയെല്ലാം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ക്ഷേത്ര ഭാരവാഹികളുടെ ഒരു പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്.